കഥ തീർന്നു. എൻ്റെ മോള് പോയി. പോട്ടു മുത്തേ പറയൂ, ഇങ്ങനെ കഥ വരുന്നു. അങ്ങനെ സൂചിച്ച് വാടാൻ പറയണ്ട. ഞാൻ ആ ചെക്കനെ ഉണ്ടല്ലോ കേട്ടോ, ഇങ്ങമ്മേ അവന് ആ തേനെടുത്തിട്ടുണ്ടല്ലോ, ഈ തേനും എന്നെ ഒന്ന് ഏറിക്കയറ്റുമോ? അനു ചെങ്ങന്നൂർ വേണോ? വേണോ? ഏറി കയറണോ? വന്നക്കോ. വണക്കം വണക്കം വണക്കം. ഏറി കയറ്റണം. എന്നിട്ട് എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ എന്താ ഐസ്ക്രീം കണ്ടപ്പോൾ പിന്നെ എനിക്ക് കുളിര് കയറി. പിന്നെ ഞാനങ്ങ് ക്യൂട്ടിയോ, മൈ ഗോഡ്. എന്നിട്ട് പതുക്കെ ഞാനങ്ങ് കാലങ്ങ് വൃത്തി വെച്ചു കൊടുത്തു. യെസ്, എൻ്റെ കാല് അങ്ങനെ. അയ്യോ എനിക്ക് പൂ വേണ്ട, എന്തെങ്കിലുമൊക്കെ ഒരു ട്രെയിനോ ഹാർട്ടൊക്കെ അടിക്കുക അങ്ങോട്ട്. അങ്ങനെ പതുക്കെ സീരിയസ്ലി പതുക്കെ എൻ്റെ കാലിലേക്ക് അവൻ എന്നിങ്ങനെ ഇങ്ങനെ 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 മുട്ടി കേട്ടാ. ഞാനങ്ങ് കുളിര് കയറിയിട്ട് ഓ മൈ ഗോഡ്, സത്യമല്ലമ്പാ എൻ്റെ കാലങ്ങ് നിവർത്തി വെച്ച് കൊടുത്തു. അവൻ ഈ കാലേ കൂടെ മുത്തം വെച്ച്, കാലേ കൂടെ മുത്തം. ഞാനിങ്ങനെ കിടക്കണം. ഞാനിങ്ങനെ കിടന്നിട്ട് കാലിങ്ങനെ പൊക്കി വെച്ച് കൊടുത്തു. പറ, എവിടെയുണ്ട്? ഞാനോ? കാലിൻ്റെ ഇടയിൽ. എന്താ നീ വരുന്നോ? പക്ഷെ എനിക്ക് തിരിച്ചങ്ങോട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ചെയ്തു കൊടുത്തു കേട്ടാ. നല്ലതാന്ന് പറഞ്ഞ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അടിപൊളിയിട്ട് ആ ചെക്കൻ ഫ്രീ ആയി, നല്ലതായിട്ട് എൻജോയ് ചെയ്തു പോയി. ഞാനും എൻജോയ് ചെയ്തു കേട്ടോ, ഇല്ലെന്നല്ല, സത്യം. എൻ്റെ അനുഭവത്തിൽ ബിജി ക്ഷീണിച്ചു, പാവം ക്ഷീണിച്ചു. എൻ്റെ കണ്ണുകൾ അടയുന്നു. പറ ബിജി മോളെ, സത്യം പറയണ. എൻ്റെ തമിഴൻ വന്നു, അണ്ണൻ വന്നു. അണ്ണൻ്റെ അണ്ടി വെച്ചിട്ട് പടമയില്ലേ, എന്നെ വിളിക്കണ്ട കേട്ടോ. ഹണി കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത് നിങ്ങൾക്കറിയില്ലേ? എന്തായിരിക്കും ക്വീസ്? നിങ്ങൾ പറ. ഹണി കൊണ്ടുവന്നിട്ട് പറയൂ. ഈ മയിലും കുറേ നേരമായല്ലോ. പടർക്കണം. കണി അതിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അങ്ങനെ പറയരുത്. ശരി ശരി, പ്ലീസ് ലൊക്കേഷൻ സെൻഡ് മീ. ലൊക്കേഷൻ ബുർജുമാൻ എക്സിറ്റ് 4 വന്നിട്ട് വിളിച്ചാൽ മതി. നമ്പർ 055 99 29 503. വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തേൻ ഒഴിച്ച് എഗ്രി. നിങ്ങൾ ആരും കാണാത്ത സർവീസ് ഞാൻ തരും. തന്നില്ലേ നിങ്ങൾക്ക് അതിവിടെ ഒരു കമൻറ്റ് ഇടാം. ഈ ആശമ ചേച്ചിക്കൊക്കെ അറിയാം, ഷെറിനൊക്കെ അറിയാം ഞാൻ എന്ത് സർവീസൊക്കെ കൊടുക്കണമെന്ന്. ആ പൊടിരോമം ഉറക്കാൻ പോലും പറ്റുന്നില്ല. അത് പൊടിരോമത്തിൽ കൂടെ, അതും എനിക്ക് ഭയങ്കര കുറ്റി രോമം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളുടെ ആ കുറ്റി രോമത്തിൽ കൂടെ ഇങ്ങനെ തേനിങ്ങനെ പതുക്കൊഴിക്കും. സത്യം. ഹലോ ക്വിസ്, ഞാൻ നുണ പറയണല്ല കേട്ടോ. ബിജി ചേച്ചി തേൻ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒറ്റപ്പിടുത്തം പിടിക്കും. അതിലേട്ട് ഇങ്ങനെ 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 ഒഴിക്കും. ആഹാ, ഉറ്റു ഒഴിക്കുമ്പോണ്ടല്ലോ നമ്മളിങ്ങനെ അടുത്തിങ്ങനെ ആഹാ. ഞാൻ അങ്ങനെയാണ് സീരിയസ്ലി ആകുമ്പോൾ ഒറ്റപ്പിടുത്തം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തേൻ ഇങ്ങനെ ഒഴിക്കണം. ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം. ഇങ്ങനെ നോക്കി കപ്പായി എന്താ കുപ്പിയിൽ നിന്റെ അണ്ടി ആരെൻ്റെ അടുത്ത് വരുന്നോ ഒരു കുപ്പി തേനും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തന്നിരിക്കും. ഒരു കുപ്പി തേൻ കൊണ്ട് വരണേ. തേനല്ല ഐസ്ക്രീമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മേടിക്കുമ്പോൾ 2 മേടിച്ചോണം, അതെനിക്ക് തിന്നാനാ. ഒരെണ്ണം നമുക്ക് മസാജ് ഉപയോഗിക്കാം. 2 ഐസ്ക്രീം വേണം. വാനില എനിക്ക് ഏറ്റവും ബെറ്റർ. ഒരെണ്ണം എനിക്ക് വേണം, ഇത് തിന്നാൻ വേണം. ഒരെണ്ണം നമുക്ക് എന്ത് ചെയ്യാനാ, മസാജ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് നിങ്ങളെ സൂചിപ്പിക്കാൻ. അപ്പം 2 ഐസ്ക്രീം വേണമെങ്കിൽ തേനെടുത്തോ. തേനാകുമ്പം കുഴപ്പമില്ല. തേൻ വേണമെങ്കിൽ തേനെടുത്തോ. മിൽക്കി ബാറും ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവരില്ലേ, ഞാൻ കഴിക്കില്ല. ചതുരം വേണം, ഇഷ്ടമല്ല. അയ്യോ, കാട്ടുതേനോ ചെറുതേനോ വലിയ തേനായാലും കുഴപ്പമില്ല. ചെറുതേനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ.
ആ ഐസ്ക്രീം ഭയങ്കര ബെറ്റർ. എനിക്കൊന്ന് തിന്നുകയും ചെയ്യാം, ഒന്ന് നമുക്ക് താഴേന്ന് മേളോട്ടേക്ക് അങ്ങോട്ട്. മൊബൈൽ നമ്പർ 055 99 29 5. ഇത് സാധനമാണെങ്കിൽ ഐസ്ക്രീം എടുത്തിട്ട്, ഐസ്ക്രീമില്ല തേന നല്ലത്, തേൻ ഇങ്ങനെ നമ്മൾ ഒഴിക്കുക, നമ്മളതിങ്ങനെ ഒച്ചൊച്ചൊച്ചൊച്ച് വീഴും, നമ്മുടെ വയറിങ്ങനെ നമ്മളിങ്ങനെ കിടക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു, തേൻ മേളിക്കൂടെ ഒഴുകുന്നു താഴോട്ട്, നമ്മൾ താഴെ തല ഇവിടെ വയ്ക്കുന്നു, പിന്നെ ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് പോകും. ആഹാ എന്ത് രസമായിരിക്കൂലേ. മീൻ കറി കൊണ്ടു പറ്റുമോ? അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല. തേൻ മീൻ തേച്ചിട്ട് മസാജ് ചെയ്യുമോ? പിന്നെ ഐസ്ക്രീം മാത്രം മതിയോ, വേറെ എന്തെങ്കിലും വേണോ? എടാ ഞാൻ ചെയ്തു കൊടുത്ത ആണുങ്ങൾക്ക് അറിയാടോ, അതുകൊണ്ടാണ് ഇന്നും എൻ്റെ ആണുങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത്. തേൻ മസാജ് ബിജി നന്നായിട്ട് ചെയ്യുന്ന, അതിന് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. പക്ഷെ നല്ല വൃത്തിയും വെടുപ്പും വേണേ, തേനൊക്കെ ഒഴിക്കുന്നതല്ലേ. നല്ല രോമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല കഴുകി നല്ല വൃത്തിക്ക് വേണമെങ്കിൽ നല്ലൊരു സന്തൂർ മമ്മിയോ നല്ല ഡവ് ഒടുവും ഒക്കെ തേച്ച് സോപ്പൊക്കെ തേച്ച് നല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് എടാ തിരിച്ചു നീ ഇവിടെ എന്താ. അയ്യോ വയ്യ. വെളിച്ചെണ്ണ വാസനും കൊണ്ടുവരണം. ആ എന്തിനാ? നല്ല ആളാണെങ്കിൽ അതൊന്നും വേണ്ട. നിന്നെ കൂടെ പറ്റില്ലേ നീ വാസനും ഇത് നീ എടുത്തോ. ഓക്കെ, നീ ഒരു വൃത്തിയായിട്ട് നിന്നെ കൂടെ പറ്റും എനിക്ക് തോന്നില്ല, അതുകൊണ്ട് നീ വേണമെങ്കിൽ വാസലിനോ അതൊക്കെ എടുത്തോ. ഓക്കെ, ഇത് ഏതവനാ? ലൈവ് നോട്ട്. വരുന്നവര് 2 ഐസ്ക്രീം കൊണ്ടുവരിക, അല്ലെങ്കിൽ തേൻ കൊണ്ടുവരിക. പൈസ തേൻ മേടിക്കാൻ ഐസ്ക്രീം മേടിക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല. അപ്പം അതുകൊണ്ട് വരുന്നവർക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് തേനോ ഐസ്ക്രീം കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ലവ് യു. എവിടെയായിരുന്നു ലവ് യു? നല്ല കഥയല്ലായിരുന്നോ? താങ്ക് യു അപ്പ. നല്ല കഥയല്ലായിരുന്നോ? നല്ല കഥയിലായിരുന്നു. പോലീസിന്റെ ഫേക്ക് അടിയാണെങ്കിലും പോലീസ് തന്നെ വിളിക്കാം, ഐഡിയ പോലീസ് എന്നാണല്ലോ അല്ലെ. നല്ല കഥയല്ലായിരുന്നോ? അപ്പൊ ഇതേപോലെ ഇടയ്ക്ക് എല്ലാവരും വരുന്ന ആഴ്ചയിൽ ഒരു വട്ടം ഇങ്ങനെ കഥ കേൾക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വരുന്നവർ ശ്രദ്ധിക്കുക. എപ്പോഴും പറയണു, ബിജി ചേച്ചിയുടെ അടുത്ത് വരുന്നവർ 2 ഐസ്ക്രീം കൊണ്ടുവരുന്ന, ഒന്ന് എനിക്ക് തിന്നാനാണ് കേട്ടോ, ഒന്ന് എനിക്ക് കഴിക്കാൻ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ആണോ ഇഷ്ടം, മാംഗോവർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മാംഗോവർ ആകുമ്പോൾ പൊളിക്കും. നാടൻ വയനാട് തേൻ ആണെങ്കിൽ അത് ഉത്തമം. തേൻ ഏത് കമ്പനിയോടെയാണ് വേണ്ടത്, പലതരമുണ്ട്. അതിപ്പോൾ ഏത് തേനായാലും കുഴപ്പമൊന്നുമില്ല, നല്ല തേനായാൽ മതി.